കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ICU പീഡന കേസിൽ അതിജീവിതയ്ക്ക് അനുകൂലമായി മൊഴി നൽകിയ നഴ്സിനെ ജോലിയിൽ പ്രവേശിപ്പിക്കാതെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. ഇതിൽ പ്രതിഷേധിച്ച അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ ഉപരോധിച്ചവരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. ജോലിയിൽ പ്രവേശിക്കാനുള്ള ഹൈക്കോടതി ഉത്തരവുമായി വന്ന നഴ്സ് PB അനിതയെയാണ് ജോലിയിൽ പ്രവേശിപ്പിക്കാതിരുന്നത്. തിങ്കളാഴ്ച രാവിലെ 9ഓടെയാണ് ജോലിയിൽ പ്രവേശിക്കാനായി അനിത മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിയത്. DMEയുടെ ഉത്തരവ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അനിതയെ ജോലിയിൽ പ്രവേശിപ്പിച്ചില്ല. തുടർന്ന് നഴ്സിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ ഉപരോധിച്ചു. വൈകിട്ട് 6 മണിക്ക് ശേഷവും ഉപരോധം തുടർന്നതോടെ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. അനിതയെ ജോലിയിൽ പ്രവേശിക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. അപ്പം ഞങ്ങൾ വിചാരിക്കുന്നത് കരുതി കൂട്ടിയുള്ള ഒരു പ്രതികാര നടപടിയുടെ ഭാഗമാണ് ഇതെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അസോസിയേഷൻ ഇതിന്റെ പ്രതിഷേധ പരിപാടികളായിട്ട് മുന്നോട്ട് പോകും. അതിജീവിതയ്ക്ക് അനുകൂലമായി മൊഴി നൽകിയതിന് കഴിഞ്ഞ നവംബർ 28-ന് അനിതയെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. തന്റെ വിശദീകരണം കേൾക്കാതെയാണ് സ്ഥലം മാറ്റമെന്ന അനിതയുടെ പരാതിയിൽ സ്ഥലം മാറ്റം ട്രൈബ്യൂണൽ 2 മാസത്തേക്ക് സ്റ്റേ ചെയ്തു. അനിതയുടെ വിശദീകരണം കേട്ട ട്രൈബ്യൂണലും സ്ഥലം മാറ്റം ശരിവെച്ചു. അതിനെതിരെ ഹൈക്കോടതിയിൽ നിന്നാണ് അനിത തനിക്കനുകൂലമായ വിധി സമ്പാദിച്ചത്. ജനം, കോഴിക്കോട്.